ഡോക്ടർ കെ ജെ യേശുദാസ് കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്ത് തുടക്കം കുറിച്ച 3 വയസ്സുകാരി ബിയാൻക. ഇപ്പോൾ മുഖ്യമന്ത്രി ബലൂൺ മുകളിലേക്ക് ഉയർത്തുന്നതാണ്. അതോടൊപ്പം സദസ്സിരിക്കുന്ന എല്ലാവരും വർണ്ണ ബലൂണുകൾ മുകളിലോട്ട് ഉയർത്തി ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് തിളക്കം നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിൽ കേരളത്തിൽ റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർ എൻ കെ മുനീർ, ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ വി എസ് ശിവകുമാർ, ശ്രീ എ പ്രദീപ് കുമാർ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കാനത്തിൽ ജമീല, ജില്ലാ കളക്ടർ ശ്രീ എം കെ മോഹൻകുമാർ, KSSM എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ TP അഷ്റഫ്, കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറിക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടേഴ്സ് ശ്രീ ബെന്നി, മറ്റ് ബഹുമാന്യരെ സുഹൃത്തുക്കൾ, വളരെയധികം സംതൃപ്തിയോടുകൂടിയാണ് ഞാൻ ഇവിടെ വയ്ക്കുന്നത്. ഞാൻ മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന വലിയ ഒരു ആഗ്രഹം, അത് യാഥാർത്ഥ്യം ആക്കാൻ സാധിച്ചതിലുള്ള സംതൃപ്തി. ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് കോഴിക്കോട് വന്നപ്പോൾ 2 കുട്ടികളുടെ മാതാപിതാക്കൾ 2 അവസരങ്ങളിലായിട്ടാണ് അവരുടെ കുട്ടികൾക്ക് സംസാരശേഷിയില്ല, അവർക്ക് സാമ്പത്തിക കഴിവില്ല, പക്ഷേ കുറേ രൂപയൊക്കെ പലരായിട്ട് സംഭരിച്ച് തന്നിട്ടുണ്ട്, പോരാത്ത തുക. ഞാൻ അന്ന് ഡോക്ടർ മനോജിനെയും ഡോക്ടർ രവിയെയും കോണ്ടാക്ട് ചെയ്ത് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ മനസ്സിലാക്കി ആ 2 പേർക്ക് പോരാതെ വന്ന തുക വളരെ അധികം ജനങ്ങൾക്ക് സഹായം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ചില വ്യക്തികളിൽ നിന്ന് സമാഹരിച്ചു കൊടുത്ത ഓപ്പറേഷൻ നടത്തി. അന്ന് ഞാൻ ഈ ഡോക്ടർ മനോജിനോടും രവിയോടും സംസാരിച്ചു. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചില ഡോക്ടേഴ്സിനോടൊക്കെ സംസാരിച്ച് അന്ന് മുതലുള്ള ഒരു ആഗ്രഹമാണ്. അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നതിനെ കുറിച്ച് ശ്രീ മുനീറുമൊക്കെയായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീ യേശുദാസ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ അവർ ചെയ്ത പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ച്, അപ്പോൾ ഞങ്ങൾ പരസ്പരം ആശയങ്ങൾ കൈമാറി. ശ്രീ യേശുദാസ് വന്ന് കണ്ട അതേ ദിവസം കൂടിയ ക്യാബിനറ്റിൽ വെച്ച് ഗവൺമെൻറ് ഈ സ്കീം ഏറ്റെടുക്കാനായി തീരുമാനിച്ചു. പക്ഷെ പിന്നീട് ഞങ്ങൾ ഉദ്ദേശിക്കാത്ത വിധത്തിലുള്ള ചില കാലതാമസം ഉണ്ടായി. ഓരോ ദിവസം കഴിയും തോറും ഈ കുട്ടികളുടെ മാതാപിതാക്കളുടെ ടെൻഷൻ കൂടുകയാണ്. കാരണം പ്രായം കൂടിയാൽ ഇത് നടത്താൻ ഒക്കത്തില്ല. പക്ഷെ എന്നാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഡിലേ, അത് ശ്രീ മുനീറോട് പറഞ്ഞു. ഇതിൻ്റെ ഈ ഉപകരണത്തിൻ്റെ വില കുറച്ചുകൊണ്ട് വരുന്നത് സംബന്ധിച്ചിട്ടുള്ള ചർച്ച ഏതായാലും ഇന്ന് എങ്കിലും ഇത് യാഥാർത്ഥ്യമായതിലുള്ള സംതൃപ്തി, അതിന് ശ്രീ മുനീറിനെയും സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിനെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഇനിയിപ്പോൾ ഇത് 3 വയസ്സ് പ്രായമുള്ളവർക്കായിട്ട് ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ
ആ ലിമിറ്റ് ഒന്ന് എടുത്തു മാറ്റണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇന്ന് ഒരു കുട്ടിയുടെ പിതാവും മാതാവും കൂടി എന്നെ വന്ന് കണ്ടു. കുട്ടിയുണ്ട്, 3 വയസ്സും 4 മാസവും. അപ്പം ഡോക്ടർമാര് ഓപ്പറേഷൻ നടത്തിയാൽ അവരെ സാധാരണ ജീവിതത്തിലേക്ക് പ്രയോജനകരമായി റിസൾട്ട് ഉണ്ടാക്കി പ്രായോഗിക ജീവിതത്തിലേക്ക് സംസാര ശേഷിയോടുകൂടി കൊണ്ടുവരാൻ സാധിക്കും എന്ന് പറയുകയാണെങ്കിൽ അവർ കൂടി ഈ ഓപ്പറേഷൻ നടത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാം. ആ കുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും മുഖം, അവരുടെ മുഖത്തെ ആ വികാരം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമുക്കിങ്ങനൊരു ടെക്നോളജി മെഡിക്കൽ സയൻസിൽ കണ്ടെത്തിയിരിക്കുന്നു. ഒരു ഓപ്പറേഷനുള്ള സാധ്യത വന്നിരിക്കുന്നു. പണമില്ല എന്നൊരൊറ്റ കാരണത്തിൻ്റെ പേരിൽ ഇനി കേരളത്തിൽ ബധിരമൂകരായിട്ടുള്ള ഒരാൾ പോലും ഉണ്ടാകരുത് എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് 3 വയസ്സെന്നുള്ള ലിമിറ്റും മാറ്റുന്നു, 200 എന്നുള്ള നമ്പറും മാറ്റുന്നു. എത്ര പേര് ഈ ഓപ്പറേഷന് വേണ്ടി തയ്യാറായി വന്നാലും അവർക്ക് ഓപ്പറേഷൻ നടത്താൻ. കാരണം നമുക്ക് വളരെ പ്രഗത്ഭരായ ഡോക്ടർമാരുണ്ട്. അവരുടെ ഓപ്പറേഷൻ്റെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് 100% ഏതാണ്ട്. അപ്പം ആ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാവുന്നത് ചെയ്യാൻ മതിയാണ്. ഈ കാര്യത്തിൽ 3 സ്റ്റേജുണ്ട്. ഒന്നാമത്തെ സ്റ്റേജ് ഐഡൻറ്റിഫിക്കേഷനാണ്. ഈ കുട്ടികളെ ഇവർക്ക് ഈ ശേഷി കുറവുണ്ട് എന്ന് തിരിച്ചറിയുന്ന ആ സ്റ്റേജാണ്. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഹിയറിംഗ് ലോസ്. അത് ജനന സമയത്ത് തന്നെ തിരിച്ചറിയും. ഓട്ടോമേറ്റഡ് ABR സ്ക്രീനർ, ഇതിന് 4.5 ലക്ഷം രൂപ വരും. ഹെൽത്ത് മിനിസ്റ്ററോടുകൂടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും അതുപോലെ തന്നെ ഒരു 100 കൂടുതൽ കുട്ടികൾ ജനിക്കുന്ന ആശുപത്രികളിലും ഈ ABR സ്കാനർ അത് ഉണ്ടാവണം. അപ്പം ആ സമയത്ത് തന്നെ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ സ്വകാര്യ ആശുപത്രികളിലും ഇത് വേണം എന്ന് ഗവൺമെൻറ് കർശനമായിട്ട് ഉള്ള നിർദ്ദേശം കൊടുക്കും. അതോടൊപ്പം നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതോടൊപ്പം ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരം കൂടി ഉണ്ടായിരിക്കണം. അതാണ് ഒന്നാമത്തെ സ്റ്റേജ്, ഐഡൻറ്റിഫിക്കേഷൻ. ഹിയറിംഗ് ലോസിനെ കുറിച്ചുള്ള വിവരം നമുക്ക് ലഭിച്ചിരിക്കണം. അതിനുള്ള സംവിധാനം എല്ലാ ആശുപത്രികളിലും ഉണ്ടാക്കുക. രണ്ടാമത്തെ സ്റ്റേജാണ് 3 വയസ്സിനുള്ളിൽ ഈ ഓപ്പറേഷൻ നടത്തുക. അതിനുള്ള ഒരു സംവിധാനം, അത് ഇന്നിപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന സംവിധാനം തുടരും. 3ാമത്തെ സ്റ്റേജാണ് സ്പീച്ച് തെറാപ്പി. ഈ ഓപ്പറേഷൻ നടത്തിയത് കൊണ്ട് മാത്രം ആയില്ല. അതിനെ തുടർന്നുള്ള നടപടികളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഓഡിറ്ററി വെർബൽ തെറാപ്പി, അത് ഒരു പ്രത്യേക തരത്തിലുള്ളതാണ്. അതിന് പ്രത്യേകമായ ട്രെയിനിങ് വേണം. അതിന് ട്രെയിനിങ് ഉള്ള ടീച്ചേഴ്സ് വേണം. മാതാപിതാക്കൾക്ക് കൊടുക്കാവുന്ന മിനിമമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം. അങ്ങനെ ഈ 3 സ്റ്റേജും കൂടെ പൂർത്തിയാകുമ്പോൾ മാത്രമേ ഈ സിസ്റ്റം പൂർണ്ണമായിട്ടും വിജയിക്കത്തുള്ളൂ. അപ്പോൾ അതിന് ഗവൺമെൻറ് ഏറ്റവും കമ്മിറ്റഡായിട്ട് ഈ കാര്യത്തിൽ ആരോഗ്യ വകുപ്പും സാമൂഹ്യ ക്ഷേമ വകുപ്പും കൂടെ ചേർന്ന് പ്രവർത്തിക്കും. കാരണം ഇത് നമ്മുടെ ഒരു കടമയാണ്, നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു വെല്ലുവിളിയാണ്. ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായിട്ട് സാമ്പത്തിക കഴിവില്ലാത്തത് കൊണ്ട് മാത്രം ഒരു കുട്ടി ജീവിതകാലം മുഴുവൻ
ഒരു വ്യക്തി സംസാരശേഷി ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ, ആ കുടുംബത്തിൻ്റെ ഒക്കെ മാനസികമായ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് നമുക്ക് താങ്ങാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഈ കാര്യത്തിൽ ഗവൺമെൻറ് കാട്ടിയ ഈ താല്പര്യം തുടർന്നും 100% ഉറപ്പുവരുത്തിക്കൊണ്ട് മുമ്പോട്ട്. ഈ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം തന്നെ വികസനവും കരുതലുമാണ്. ഗവൺമെൻറ് 100 ദിവസത്തിനുള്ളിൽ വികസനവും കരുതലും സംബന്ധിച്ച് പ്രഖ്യാപിച്ച 2 പരിപാടികൾ, അത് വികസനത്തിന് വേണ്ടി നിരവധി പരിപാടികൾ എടുത്തു. കരുതലിന് വേണ്ടി എടുത്ത 2 പരിപാടികൾ, 1 രൂപയ്ക്ക് അരിയും കോക്ലിയർ ഇംപ്ലാന്റേഷൻ സ്കീമുമായിരുന്നു. അത് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുക. ഞാൻ 14 ജില്ലകളിലും ഈ ആളുകളെ കണ്ട് അവരെ നേരിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ. ആ പരിപാടികളിൽ എനിക്ക് കാണാൻ സാധിച്ച ഏറ്റവും വലിയ പ്രശ്നം സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട, ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ. ഇതുപോലൊരു വൈകല്യം വന്നാൽ ഇപ്പം തളർന്നു കിടക്കുന്നവരുണ്ട്, മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, ബധിരമൂക ആയിട്ടുള്ളവരുണ്ട്, കാഴ്ച ശക്തിയില്ലാത്തവരുണ്ട്. ജനസമ്പർക്ക പരിപാടി എന്നെ പഠിപ്പിച്ചത് ഇന്ന് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അതിന് പരിഹാരം ഉണ്ടാക്കാതെ, അതിന് ആശ്വാസം പകരാതെ ഒരു ഗവൺമെന്റിനും മുമ്പോട്ട് പോകുന്നത് ശരിയല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നിരവധി പരിപാടി സോഷ്യൽ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട, ആരോഗ്യവുമായി ബന്ധപ്പെട്ട നിരവധി പരിപാടികൾക്ക് ഞങ്ങൾ ഇന്ന് രൂപം കൊടുത്തുകൊണ്ടിരിക്കും. കോക്ലിയർ ഇംപ്ലാന്റേഷൻ പദ്ധതി അത് ഒരെണ്ണം മാത്രമാണ്. അത് സമയബന്ധിതമായി നടക്കേണ്ടത് കൊണ്ട് നമ്മൾ ഇത്രയും കാലത്തെ ശ്രമഫലമായി ഇപ്പം അതങ്ങ് ആരംഭിക്കുക. മന്ത്രിസഭയുടെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ഗവൺമെൻറ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന നിരവധി പരിപാടികൾ അതന്ന് പ്രഖ്യാപിക്കും. പണം അതിനൊരു പ്രശ്നമേ ആകത്തില്ല. പണമില്ലെങ്കിൽ പണം ഉണ്ടാക്കണം. കാരണം നമ്മുടെ സമൂഹത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പരസ്പര വിശ്വാസമാണ്, പരസ്പര ധാരണയാണ്. അപ്പം എനിക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കാനും അതിന് പരിഹാരം ഉണ്ടാക്കാനും ഇവിടെ ഒരു സംവിധാനമുണ്ട്. ഞങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന പൊതുപ്രവർത്തകരുണ്ട്, ഞങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ജനപ്രതിനിധികളുണ്ട് എന്ന മനോഭാവം എല്ലാ വിഭാഗം ജനങ്ങളിലും ഉണ്ടാകണം. അതാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. ഒരു കുടുംബത്തിൽ ഇതുപോലുള്ള ഒരു പ്രശ്നം വന്നാൽ, ആരോഗ്യ പ്രശ്നം വന്നാൽ, അത് ആ വ്യക്തി സഹിക്കട്ടെ, അത് ആ കുടുംബത്തിൻ്റെ ദുഃഖമായി ഒതുങ്ങി നിൽക്കട്ടെ. അത് ഒരിക്കലും നമുക്ക് ചേർന്ന സാമൂഹ്യ കാഴ്ചപ്പാടല്ല. ഒരു വ്യക്തിയുടെ ദുഃഖം സമൂഹത്തിൻ്റെ ദുഃഖമായി മാറണം. ഒരു കുടുംബത്തിൻ്റെ ദുഃഖം അത് പൊതുവായിട്ടുള്ള ദുഃഖമായിട്ട് മാറണം. അതിന് പരിഹാരമുണ്ടാക്കാൻ എല്ലാവരും കൂട്ടുചേർന്ന് പ്രവർത്തിക്കുക. ആ വലിയ ഒരു കാഴ്ചപ്പാടോടുകൂടി നമുക്ക് മുമ്പോട്ട് പോകണം. എൻ്റെ ഇതുവരെയുള്ള അനുഭവം വെച്ചുകൊണ്ട് ഞാൻ പറയുക, എല്ലാ ഭാഗത്തു നിന്നും എനിക്ക് പൂർണ്ണമായിട്ടുള്ള സഹകരണവും പിന്തുണയുമാണ് കിട്ടുന്നത്. ജനപ്രതിനിധികൾ, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഉദ്യോഗസ്ഥർ, എല്ലാ സാമൂഹ്യ സംഘടനകൾ, ബഹുജനങ്ങൾ എല്ലാവരും ഉണ്ടാകണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട്
ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പദ്ധതിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ KJ യേശുദാസ് 1,00,000 രൂപ സംഭാവന ചെയ്ത സന്തോഷ വാർത്ത ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഞാൻ ആ കാര്യം പ്രത്യേകം എടുത്തു പറയുന്നു. ഈ 1,00,000 എന്നുള്ളതല്ല, ഈ 1,00,000-ൻ്റെ മൂല്യം 100 ഇരട്ടി 1000 ഇരട്ടിയാണ്. ഈ രംഗത്ത് നമ്മുടെ സമൂഹത്തിൽ ഒരു കാര്യം ചെയ്യുന്നത് മാത്രമല്ല, അതിനെ തുടർന്നുണ്ടാകുന്ന ഒരു പിന്തുണയും സഹകരണവും ഒരു പ്രചോദനവും അതാണ്. ശ്രീ യേശുദാസ് ഇതുപോലുള്ള കാര്യങ്ങളിൽ കാട്ടുന്ന പ്രത്യേക താല്പര്യം എടുത്തു പറഞ്ഞുകൊണ്ട് ഈ സംഭാവനയ്ക്ക് നന്ദി പറയാൻ കൂടി അവസരം വിനിയോഗിക്കുന്നു. നമസ്കാരം. കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ വെബ്സൈറ്റ് ഉദ്ഘാടനമാണ് നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ. ഡോക്ടർക്ക് വേണ്ടി ഡോക്ടർ രാമചന്ദ്രൻ ഉപഹാരം ഏറ്റുവാങ്ങുന്നു. ഡോക്ടർ BM നൗഷാദ്, ഡോക്ടർ A രവി, ഡോക്ടർ KT രാംദാസ്, ഡോക്ടർ മനോജ്, സ്റ്റാമ്പ് വിൽപ്പനയിലൂടെ കുടുംബശ്രീ ശേഖരിച്ച തുക ഏറ്റുവാങ്ങുന്ന ചടങ്ങാണ്. തുകയുടെ ആദ്യ ഗഡു ഏറ്റുവാങ്ങുന്നത് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ M.K. മുനീർ. വയനാട് ജില്ലയിൽ കുടുംബശ്രീ ശേഖരിച്ച തുകയുടെ ആദ്യ ഗഡുവായ 1.5 ലക്ഷം രൂപ കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ശ്രീ PB മുഹമ്മദ് ബഹുമാനപ്പെട്ട മന്ത്രിയെ ഏൽപ്പിക്കുന്നു. കോഴിക്കോട് ജില്ലയിൽ കുടുംബശ്രീ ശേഖരിച്ച തുകയുടെ ആദ്യ ഗഡുവായ 2 ലക്ഷം രൂപയുടെ ചെക്ക് കുടുംബശ്രീയുടെ കോഴിക്കോട് ADMC ശ്രീ M.K. അസീസ് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നൽകുന്നു. ക്യാൻസർ ബാധിതരായ കുട്ടികളുടെ തളിർ എന്ന മാസികയുടെ പ്രകാശനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ VS ശിവകുമാർ. ബഹുമാനപ്പെട്ട MLA ശ്രീ A. പ്രദീപ് കുമാർ നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിക്കുന്നു. അടുത്തതായി ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ VS ശിവകുമാർ സാർ നമ്മോട് 2 വാക്ക് സംസാരിക്കും. ഈ മഹത് സംരംഭത്തിൻ്റെ നായകനും ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നു. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എൻ്റെ സുഹൃത്ത് ഡോക്ടർ M.K. മുനി, ആരാധ്യനും പ്രിയങ്കരനുമായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവരുടെ, ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ശ്രീ A. പ്രദീപ് കുമാർ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കാനത്തിൽ ജമീല, ഇവിടെ സ്വാഗത പ്രസംഗം നടത്തിയ ഡോക്ടർ TP അഷ്റഫ്, വേദിയിലെ ബഹുമാനരായ മറ്റു ഡോക്ടർമാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ ചടങ്ങിൽ നമ്മളെല്ലാവരും പങ്കെടുക്കുന്നത്. കേരളത്തിൻ്റെ
സാമൂഹിക രംഗത്ത് ഏറ്റവും അധികം ശ്രദ്ധേയമായ ഒരു പുതിയ സംരംഭത്തിനാണ് സംസ്ഥാന ഗവൺമെൻറ് ഇന്ന് ശ്രുതിതരംഗം പദ്ധതിയിലൂടെ തുടക്കം കുറിച്ചിരിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമായി ഏറ്റെടുക്കുന്നതോടൊപ്പം തന്നെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ, സാമൂഹികമായി ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിലും ഏറ്റവും മുന്തിയ പരിഗണനകൾ കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഗവൺമെൻറ് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. നിരവധി പ്രവർത്തനങ്ങൾ ഈ രംഗത്ത് നടത്തിയത് കേരളത്തിൻ്റെ കഴിഞ്ഞ 11 മാസക്കാലം നമ്മൾ അവലോകനം ചെയ്താൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ അവസരത്തിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല, ദീർഘമായി സംസാരിക്കാനും ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായും അതിൻ്റെ പാത പിന്തുടർന്നുകൊണ്ടാണ് ഇന്ന് ഇവിടെ സൗജന്യ കോക്ലിയർ ഇംപ്ലാന്റേഷൻ പദ്ധതിക്ക് ഔപചാരികമായി നമ്മുടെ സംസ്ഥാനത്ത് തുടക്കം കുറിച്ചിരിക്കുന്നു. ബഹുമാനായ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് കേട്ടത്. ഇതിന് സാമ്പത്തികം ഒരു പ്രശ്നമാകില്ല എന്നും അതുപോലെ തന്നെ വയസ്സ് 3 വയസ്സായി ക്രമീകരിച്ചിരിക്കുന്നത് ആ തീരുമാനം കൊണ്ട് മാത്രം അത് പ്രശ്നമാകില്ല എന്നും അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഭാവിയിൽ ഇത്തരത്തിലുള്ള ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കുക വഴി നമ്മുടെ സമൂഹത്തിൽ സംസാരശേഷിയില്ലാത്ത അല്ലെങ്കിൽ കേൾക്കാൻ കഴിയാത്ത കുട്ടികൾ അല്ലെങ്കിൽ പൗരന്മാർ, വ്യക്തികൾ നാളുകളിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുകയില്ല എന്നുള്ള ഏറ്റവും സന്തോഷകരമായ ഒരു പ്രഖ്യാപനമാണ് ഈ കാര്യത്തിലൂടെ ഇവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും വലിയൊരു മഹത്തായ സംരംഭമായി ഏറ്റെടുക്കുവാൻ ഡോക്ടർ മുനീറിന് കഴിഞ്ഞു. വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളാണ് സാമൂഹിക സുരക്ഷയുടെ ആഭിമുഖ്യത്തിൽ അദ്ദേഹത്തിൻ്റെ വകുപ്പ് ഈ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. നിരവധി പദ്ധതികൾ. ഇവിടെ ഇന്നിപ്പോൾ തളർ പദ്ധതി, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ക്യാൻസർ ബാധിതരായിട്ടുള്ള കുട്ടികൾ, അവർക്ക് വേണ്ടുന്ന ചികിത്സയ്ക്ക് വേണ്ടുന്ന മുഴുവൻ സഹായങ്ങളും നൽകുകയാണ്. വിവിധ മേഖലകളിൽ സാമൂഹിക ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നൂതനമായ കർമ്മ പദ്ധതികൾക്കാണ് രൂപം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉള്ള സഹകരണം ഏറ്റവും മുന്തിയ പ്രാധാന്യത്തോടുകൂടി സാമൂഹ്യക്ഷേമ വകുപ്പ് ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾക്ക് ഉണ്ടായിരിക്കും എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമുക്കറിയാം, ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്നിപ്പോ ഈ കോക്ലിയർ ഇംപ്ലാന്റേഷൻ പദ്ധതി പ്രകാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ കേരളത്തിൽ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രമാണ് ഇതിനുള്ള സൗകര്യം ലഭ്യമായിട്ടുള്ളത്. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വർഷം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ഇതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഉണ്ടാക്കും എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് 3 മെഡിക്കൽ കോളേജുകളിൽ അടുത്ത വർഷം നമ്മുടെ ഈ കോക്ലിയർ ഇംപ്ലാന്റേഷൻ പദ്ധതി ആരംഭിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികളും തുടങ്ങുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതാണ്. അതുപോലെ തന്നെ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള പുനരധിവാസ സൗകര്യം അടുത്ത വർഷം കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ആരംഭിക്കാൻ ഗവൺമെന്റ് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അടുത്ത വർഷം അതിനുവേണ്ടി നടപടികൾ ആരംഭിക്കും. ഇവിടെ മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, അതിനനുബന്ധമായിട്ട് കൂടെ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾ ജനിക്കുന്ന എല്ലാ കുട്ടികളെയും കേൾവിശക്തി, കാഴ്ചശക്തി, തൈറോയ്ഡ് പ്രശ്നങ്ങൾ എന്നിവ പരിശോധിക്കുന്നതിനുള്ള ടെസ്റ്റുകൾക്ക് വിധേയമാക്കി പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവ തുടക്കത്തിലെ നിർണയിച്ച് പരിഹരിക്കുന്ന പദ്ധതി ഉടൻ ഗവൺമെന്റ് തലത്തിൽ ആരംഭിക്കുന്നതാണ് എന്നുകൂടെ ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ സംസ്ഥാനത്തെ ബധിരത അനുഭവിക്കുന്ന കുട്ടികളുടെ വിഷമതകൾ കുറയ്ക്കുന്നതിനുള്ള മറ്റൊരു പദ്ധതിയും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിന്റെ ഒരു സന്നദ്ധ സംഘടനയുടെ സഹായത്തോടുകൂടി ഈ വർഷം തന്നെ ആരംഭിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികളും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധമായ പിന്തുണയും സഹകരണവും അദ്ദേഹത്തിന് ഈ ചടങ്ങിന്, ഈ സംരംഭത്തിന് ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചടങ്ങിന്റെ ഏൽപ്പിച്ച കർത്തവ്യം തളരുന്ന കുട്ടികളുടെ
ആ സഹൃദയത്വം നിറയുന്ന ആ കലാവാസനകൾ പ്രകടിപ്പിക്കുന്ന ആ ചെറിയ പുസ്തകം പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ എം കെ മുനീർ സാറിന് ഉപകാരം സമർപ്പിക്കുന്നു. ആക്ഷേപം